ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോ കാണുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെറിയ കൂട്ടുകാർ മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതലുണ്ടെങ്കിലുള്ളൂ വീഡിയോക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിതാ അന്ന് രാവിലെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അടുപ്പത്തിൻ്റെയാണ് കേട്ടോ ഒന്നും ചോറുണ്ടാക്കണത്. അടുപ്പ് കത്തിക്കാൻ നല്ല സുഖമാണ്, എളുപ്പം വിറക് കത്തും. ഈ റബ്ബർ ചുള്ളി വിറകാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടിന് തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ഉടനെയൊക്കെ ഇവിടെ നമ്മളെ തറവാട് വീട്ടിൽ പാരൊന്നുമില്ലേന് കേട്ടോ. കത്തി കൊണ്ടാണ് തേങ്ങ പൊളിക്കുക. കത്തി കൊണ്ട് തേങ്ങ പൊളിക്കണമെങ്കിൽ തന്നെ ഒരു തേങ്ങ പൊളിക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണ്ടിനി. ഇപ്പോൾ ഈ പാരയൊക്കെ ഉണ്ടായപ്പോൾ എളുപ്പമാണല്ലേ തേങ്ങയൊക്കെ പൊളിക്കാൻ. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുക നേരത്ത് കത്തി കൊണ്ട് കൊത്തി തേങ്ങനെ അങ്ങോട്ട് ഇടങ്ങേറാക്കുക എന്നല്ലാതെ തേങ്ങ പൊളിഞ്ഞു കിട്ടൂല. എനിക്ക് തേങ്ങ കത്തി കൊണ്ട് പൊളിക്കണത് പഠിപ്പിച്ചു തന്നത് നമ്മളിവിടുത്തെ ഉപ്പയാണ് കേട്ടോ. ഞാൻ ഈ കത്തിൻ്റെ ആ മൂർച്ചുള്ള ഭാഗമല്ലേ അതുകൊണ്ടാണ് തേങ്ങനെ കൊത്തുക, എന്നിട്ട് ശരിയായി കിട്ടൂല. എന്നിട്ട് ഉപ്പയാണ് കേട്ടോ എനിക്ക് കാണിച്ചു തന്നിനത് തേങ്ങൻ്റെ കത്തിൻ്റെ ആ മറ്റേ ഭാഗമല്ലേ മൂർച്ചല്ലാത്ത ഭാഗം, ആ ഭാഗം കൊണ്ട് കൊത്തിയാണ്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ തേങ്ങ പൊളിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഓർമ്മകളാണല്ലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിനും പനെ കുറിച്ചിട്ട്, പൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായോ, ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം അന്ന്, അതായത് ഇന്നലെ കേട്ടോ. ഇന്നലെയാണ് പനെ ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ കുട്ടികളെ പറഞ്ഞയച്ചിട്ട്. ഈ ഡിസ്ചാർജ് ആക്കണ അന്നേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായുണ്ടാവും. ഈ ഇൻഷൂർ കാർഡൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ ഇൻഷൂറൊക്കെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അതേപോലെ പന ഫോട്ടോ എടുത്തിട്ട് ജിമെയിലിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഉമ്മാക്ക് വെക്കൂല. അപ്പോൾ ഞാൻ വരണ്ട് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകും വേണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വീഡിയോ വരുന്നത് ശനിയാഴ്ചയാവും, വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിത്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ പുട്ടിനുള്ള പൊടിയെ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴുകിയാണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു. ഒക്കെ എളുപ്പപ്പണിയാണ് കേട്ടോ. അതിക്ക് വേഗം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടാണ്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ എളുപ്പം വേവുമല്ലോ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ പിന്നെ ചോറിന് വെച്ച വെള്ളവും ചൂടായിട്ടുണ്ടായിനും. അപ്പോൾ അതും തിളച്ച വെള്ളം കൊണ്ട് ഒന്നും കൂടെ കഴുകിയിട്ട് അതിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ചൂടാവില്ല കേട്ടോ, തിളക്കന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ റേഷൻ കടീത്തെ അരിയല്ലേ, എളുപ്പം വേവും ചെയ്യും. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഇനി ഇതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ പുട്ടുക്കുള്ള തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുപോയിനല്ലോ നേരത്തെ തന്നെ. അപ്പോൾ അതും ചിരകി വെച്ചിട്ടുണ്ട്. ഇനി വേഗം പുട്ട് ചൂടാന്ന് വിചാരിച്ചു. പുട്ടുപൊടിയൊക്കെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് സോഫ്റ്റായി വന്നിട്ടുണ്ടായിന്. അപ്പോൾ തൂക്കിൽ വെള്ളമൊക്കെ വെച്ച് വെള്ളവും തിളച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ട് വേഗം ചുട്ടെടുക്കുന്നുണ്ട്. പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പം എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ഈ 2 കുറ്റി പുട്ട് മക്കൾക്കും എനിക്ക് ഞാൻ റാഗിപ്പൊടിൻ്റെ പുട്ടില്ലേ അതുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. റാഗിപ്പുട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ലേ. ഇനിയിപ്പോൾ ഞാനതൊക്കെ തിന്ന് ശീലമായിട്ടോ. എനിക്കതൊക്കെ നല്ല ഇഷ്ടമൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലേ. അങ്ങനെ പുട്ടായി. പിന്നെ കടലക്കറിക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ പുട്ട് വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ കടലക്കറി ഇനി ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. എന്നാൽ പിന്നെ ഇനി ടേബിൾ മേക്ക് ആ ഒരു പാത്രം തന്നെയാണ് വെച്ചാൽ മതി. അപ്പോൾ മക്കൾ അങ്ങനെ എടുത്ത് കഴിച്ചും ചെയ്തോളും. പിന്നെ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ. അങ്ങനെ കറി തൂമിച്ചെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചുകൊണ്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പിന്നെ ചോറ് അടുപ്പത്തുണ്ട്, ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഞ്ജുമോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറികൾ അധികം ഉണ്ടാക്കൽ തന്നെയല്ല കേട്ടോ, പച്ചക്കറികൾ ചുരുക്കമാണ് ഉണ്ടാക്കൽ. ഇനി പച്ചക്കറികളും ഉണ്ടാക്കണം, എന്നാലുള്ളൂ എപ്പോഴും ഈ ഇറച്ചിയും മീനും ചിക്കനും അല്ലാതെ വേറെ ഇതേപോലെ പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ഒരു റൊട്ടീനൊക്കെ ഉണ്ടായിനി. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ എന്തായാലും പച്ചക്കറികളൊക്കെ എല്ലാവരും എന്താ പറയുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും പിന്നെ അതേപോലെ ഇലക്കറികളും ഒക്കെ. അപ്പോൾ ഇതാ ചോറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ജുമോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റും ടേബിൾ മേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങനെ ഓരോരുത്തരെടുത്ത് കഴിച്ചോളും. നമ്മൾ വിളമ്പി കൊടുക്കൊന്നും വേണ്ട കേട്ടോ, ഓലെന്നെ വിളമ്പി കഴിക്കും. പിന്നെ ഇതാ കടല ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ കടല ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. കടലക്കറിന്ന് എടുത്ത് വെച്ചേനി കേട്ടോ തേങ്ങ അരക്കണതിൻ്റെ മുന്നേ. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങോട്ട് വരട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ആണല്ലോ അതും. അതേപോലെ 2 കാടമുട്ടിയും വെച്ച് കൊടുത്തിക്കണം. അപ്പം മഞ്ജുമോൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയായി. ഓൾക്കത് ഒക്കെ ആക്കി കൊടുത്തു. ഇനി ഓളോ തന്നെ അതെടുത്താണ്ട് ഓൾക്ക് പോകാൻ സമയമാകുമ്പോൾ എടുത്ത് പോയിക്കോളും. പിന്നെ ചിഞ്ചുമോൾക്കൊന്നും ക്ലാസ്സില്ല കേട്ടോ, നാളെ ഒക്കെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഓളെ പിന്നെ ഒന്നിനും കിട്ടൂല. പിന്നെ എക്സാമൊക്കെ ആകുമ്പം പഠിക്കാനുണ്ടാവും ഇഷ്ടം പോലെ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ CMAക്ക് പഠിക്കുമ്പോൾ CMAൻ്റെ പുസ്തകം കണ്ടിട്ടില്ലേ, ഒരുപാട് കട്ടിയുള്ള ബുക്കാണ്. അപ്പോൾ ഓരൊന്നും ഞാൻ ശല്യം ചെയ്യലില്ല കേട്ടോ. ഞാൻ എടുക്കുന്ന ജോലികൾ ഞാൻ അങ്ങനെ എടുക്കും. പിന്നെ ഒരു കണ്ടറിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി. വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കാളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പുട്ടൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കുറച്ച് കടലയും കടലക്കറിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കാടമുട്ട എല്ലാവർക്കും രാവിലെ ഇങ്ങനെ ചിലപ്പം കാടമുട്ട പുഴുങ്ങലുണ്ട്. ആദ്യം ഞാനും മുട്ട പുഴുങ്ങിയതൊന്നും അങ്ങനെ കഴിക്കലില്ലേനി കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ മാത്രം തീറ്റിയിട്ട് കാര്യമില്ല, നമ്മളെ ഹെൽത്തും നമ്മൾ നോക്കണ്ടേ. കുട്ടികൾക്ക് കൊടുക്കണ്ടെന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ്, കുട്ടികൾക്ക് കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. ഞാൻ എൻ്റെ ഒരു സ്വഭാവം പറഞ്ഞതാണ്. ഇപ്പം ഞാനും ഒരേപോലെ അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ തുടങ്ങിക്കണമെന്ന് പറയാം കേട്ടോ. പിന്നെ ചോറ് വന്നപ്പോൾ പിന്നെ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ കുറച്ച് മീൻ ഉണ്ടേനി, ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചത് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടെ ചെയ്ത്. അപ്പോൾ അതിന് കുറച്ച് മീൻ ഞാൻ കൈ പിടിച്ചും ചെയ്തു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ. അങ്ങനെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോരുകയാണ് കേട്ടോ, ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ്. പിന്നെ ഞാൻ പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി. ഉപ്പാക്കിപ്പം ഓക്സിജനൊക്കെ എടുത്ത് വെച്ചിരിക്കണ്, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ നമ്മളെ തറവാട് വീട്ടിലത്തെ നാരങ്ങമരം കാണിക്കൊണ്ടിന്ന് കമൻറ്റ് ബോക്സിൽ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലത്തെ നാരങ്ങമരം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കരയ്ക്കും നാരങ്ങ ഇട്ടേണ്ട അച്ചാറുണ്ടാക്കിനല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തറവാട് വീട്ടിലുണ്ടായ നാരങ്ങയാണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞിനും നാരങ്ങമരം ഒന്ന് കാണിക്കൊണ്ടിന്ന് പറഞ്ഞിന്. ഇതുമ്പോൾ നല്ലോണം ഉണ്ടാവലുണ്ട് കേട്ടോ നാരങ്ങയൊക്കെ. അപ്പം അത്രക്കില്ല കേട്ടോ, അപ്പോൾ കുറവാണ്. ഇതാ കണ്ടോ പഴുത്ത് നിൽക്കുന്നുണ്ടല്ലേ, ഇതിൻ്റെ ചോട്ടിലുണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേന് നാത്തും വന്നാണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ടേനെ. അപ്പം അതിൻ്റെ ചോട്ടിലില്ലതൊക്കെ പെറുക്കിയതാണ് കേട്ടോ. പഴുത്ത് ചാടുമല്ലോ, പഴുത്ത് ചാടുന്നതൊക്കെ അങ്ങനെ പെറുക്കലുണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. അപ്പം എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കിച്ചണിക്ക്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു പൊറുതേടുമാണ്. അപ്പം ഞാൻ ഫിഷൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ആവിയിൽ വേവിച്ചെടുത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ ഞാൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടില്ലേനിയോ കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ മീൻ കാണിച്ചിട്ടില്ലേനിയോ, ആ മീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ സമയം പോണത് അറിയില്ല. അപ്പോൾ മീനിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് മാവ്ക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും അതൊന്ന് ചതച്ചെടുക്കും വേണം. അപ്പോൾ അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ അതാവുമല്ലോ. ഈ സ്നാക്സിനെ മുള്ളില്ലാത്ത ഏത് മീനും എടുക്കട്ടോ. ഇനിയിപ്പോൾ മുള്ളില്ല മീനാണെങ്കിലും മുള്ള് കളഞ്ഞാൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മുള്ള് മാറ്റിയാൽ മതി കേട്ടോ, കഴിയുമ്പോൾ മാത്രം എടുത്താൽ മതി. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ തന്നെ സ്കൂളൊക്കെ വിട്ട ആൾക്കാർ എത്തിയിട്ടുണ്ട്. പിന്നെ വേഗം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ തേങ്ങ ചെരുവിയതും അതിലേക്ക് നല്ല ജീരകവും ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി വേണം, അരിപ്പൊടി കൊണ്ട് മാവ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാർ ചോദിക്കണതാണ് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ ഫ്രൈ പാനിൽ മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ അടിയിൽ പിടിക്കൂലേ. അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ ഇടാതെ തന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് എണ്ണ ചൂടായിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ കരിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് ഇനി 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പൊടിക്കാൻ ഉപ്പിട്ടിട്ടില്ല. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് പത്തിരിക്കല്ല അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ പത്തിരിക്ക് പൊടിയിട്ട് വാട്ടലാണ്. ഇതിക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് പിന്നെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാലോ
ഇനിയിപ്പോൾ ഇത് കുഴച്ചെടുത്താൽ റെഡി ആവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ വെള്ളമൊഴിക്കൽ നിർത്തിയാൽ മതി. പിന്നെ ഞാൻ ആ തേങ്ങയും ചെറിയ ജീരകമൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ടില്ലേനോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കൈ കൊണ്ട് ഇതാ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പാകമാണ്. ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അതിന് വെള്ളം ഇതിലേറെ വേണ്ടി വരും. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. അത് അരി പൊടിച്ചിട്ട് വറുത്ത് അങ്ങനെയൊക്കെ പാക്കായി വരുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം വേണ്ടി വരും. നമ്മൾ വീട്ടിൽ അരി കഴുകി ഉണക്കി പൊടിച്ചിരുന്നതാവുമ്പം അങ്ങനെ വല്ലാതെ അത്രക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരലില്ല കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ്. വീട്ടിൽ പൊടിച്ചല്ല, വീട്ടിൽ നിന്ന് അരി കഴുകി നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചൂലേ, അങ്ങനെ പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വറുക്കൊന്നുമില്ല. അപ്പോൾ ആ മാവൊന്ന് ജസ്റ്റ് കുഴച്ചെടുത്തു. പിന്നെ മീനൊക്കെ 2 ഭാഗവും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് ഫ്രൈ ആയി വന്നപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ആ ഒരു പാനിക്ക് തന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 2 സവാള കട്ട് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. ഞാൻ മീനിൽ അത്യാവശ്യം നല്ലോണം മസാല ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ മീനൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ തന്നെയാണല്ലോ നമ്മളിതും സവാളയും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ മസാലൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മീനിൽ മസാലയൊക്കെ കുറച്ച് കുറവാണെങ്കിൽ വേണമെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തോണ്ടിട്ടോ. ഇനിയിപ്പോൾ പച്ചമുളകോ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിതവിടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഈ മീനേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാനിത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി ഇതിൻ്റെ പേരെന്താന്നൊക്കെ. അപ്പോൾ കുറേ കൂട്ടുകാർ ഓരോ നാട്ടിൽ പറയുന്ന പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ കേൾക്കാത്ത കുറേ പേരുണ്ട് കേട്ടോ. അതേപോലെ അതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിനി. എനിക്കറിയില്ലേനി, ഞാൻ കട്ടിയുള്ള തോലിയാണ് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കളഞ്ഞതാട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല മീനാണ്. അപ്പോൾ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്ത് അത് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മളെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതിലേക്ക് മീൻ നമ്മൾ കൈ കൊണ്ട് ഉടച്ച് വെച്ചില്ല, അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവുണ്ടല്ലോ, അരിപ്പൊടിൻ്റെ മാവും കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ടായിനി. ഇനി അതിൽ നിന്ന് ഇതേപോലെ വലിയ ഓരോ ബോൾസ് എടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫില്ലിങ് പുറത്ത് വരരുത്. അപ്പോൾ അത്രേ ഉള്ളൂ, എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. പിന്നെ ഇതൊക്കെ അധികം ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഫില്ലിങ് ഇതേപോലെ മീൻ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇല്ലേന്ന് അറിയില്ല. പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് ഞാനൊരു റീൽസിൽ കണ്ടതേന് കേട്ടോ. ഇതിങ്ങനെയല്ല അതിൽ ഉണ്ടാക്കിയത്, ഇതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇത് തലശ്ശേരിക്കാരെ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി തലശ്ശേരിക്കാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത അറിയരുത് കേട്ടോ. ഇതിങ്ങനെയല്ല ഉണ്ടാക്കലെന്നൊന്നും പറയില്ലേ. ഞാനിതിപ്പോൾ എൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തും ചെയ്തിട്ടുണ്ടേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒക്കെ ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് കുറേ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഷേപ്പ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഷേപ്പ് അത്ര കറക്റ്റ് ഷേപ്പൊന്നും അല്ല. ഞാൻ ചിലത് വലുതും ചിലത് ചെറുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ 9 സ്നാക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം ഇനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇഡ്ഡലി ചെമ്പിലുള്ള ആ ഹോൾസുള്ള തട്ടുക്ക് ഒരു വാഴൻ്റെ ഇല വിരിച്ചു കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ കുത്തി കയറ്റിക്കണം കേട്ടോ. ഒക്കെ 2 ട്രിപ്പിലിട്ട് ഇല്ലേനും ഒരു ട്രിപ്പിൽ ഒരു ട്രിപ്പിന് 2-3 ഒക്കെ അധികമാണ്. അപ്പം എന്തായാലും അതൊക്കെ അതിൻ്റെ മേലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വേണം കേട്ടോ വേവാൻ. കട്ടിയുള്ള ഇതായതുകൊണ്ടേ ഉള്ളൊക്കെ ചിലപ്പോൾ വെന്ത് കിട്ടാൻ പ്രയാസമാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടു, ഒരു 6-7 മിനിറ്റ്. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അങ്ങനെ വേവിച്ചെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അടിഭാഗവും ഒക്കെ ഒന്ന് നോക്കി, അപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട് ഇപ്പം. ഈ പാത്രത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പം ചൂടാറൂല. അപ്പം നമുക്ക് എളുപ്പം തിന്നണം. കുട്ടികൾ സ്കൂളിൽ വന്നാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ ദാദിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ആവിയൊക്കെ ഒന്ന് പോവട്ടെ. പിന്നെ ഒരു പാത്രത്തേക്ക് ഈ നല്ല സാധനം കേടെടുത്താന്ന് പറയില്ലേ, ആ പണിയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്.
അത് എന്താ എണ്ണയിൽ പൊരിക്കണ്ടെങ്കിൽ പൊരിക്കണ്ട കേട്ടോ. എണ്ണ അധികം നമ്മൾ ഒഴിവാക്കാനല്ലേ നോക്കാറ്. പക്ഷേ ഞാനിത് ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഒരു പാത്രത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാണ്ട് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു സ്നാക്സ് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്ത് അതിലിട്ടാണ്ട് എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറേ ഒന്നും ഒഴിക്കണ്ട, കുറച്ച് മതി. അതിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്നിങ്ങോട്ട് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പം ഞാൻ 4 എണ്ണൊക്കെ ഒരുമിച്ചിട്ട് കൊടുത്തോണ്ട് ഇത് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിടാൻ കുറച്ച് ഗതികേടാണ്. അപ്പം ആ ചൂടുള്ള ഓയിലുണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതല്ലേ, അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇങ്ങനെ ഓയിലൊന്നും അധികം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ കഴിക്കണത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒന്നിങ്ങനെ മുരിഞ്ഞ് വന്നാൽ ഇഷ്ടേക്കാരം. അപ്പോൾ അതുകൊണ്ട് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചെയ്തെടുത്ത്. അപ്പോൾ ഇത് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പം കഴിക്കാനും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, ഏത് പലഹാരം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവൂലേ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ സോസൊക്കെ മുക്കിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫില്ലിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ മീൻ കഴിക്കാത്തവരാണെങ്കിൽ മീൻ ചേർത്തതിന് പകരം ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കട്ടോ. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഒരു 2-3 മുട്ട കുത്തിപ്പാർന്നാണ്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക ഫില്ലിങ്. അതൊക്കെ നമ്മളിഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.